നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ SI മെയിൻസിന്റെ സൈക്കോളജിയിലെ ഫസ്റ്റ് ടോപ്പിക് ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസിനെ പറ്റിയിട്ട് ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ ഒരു 20ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ 20 ചോദ്യങ്ങളിലൂടെ നമ്മൾ ഈ കൺസെപ്റ്റ് ഉറപ്പിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നിങ്ങൾക്കും സമയമില്ല, നമുക്കും സമയമില്ല. സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹു ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? എല്ലാവർക്കും അറിയാം ആരാണ്. സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് സൈക്കോ അനാലിസിസിന്റെ ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ആർ ദ 3 സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഇൻ ഫ്രൂയിഡ് തിയറി? ഫ്രൂയിഡിന്റെ തിയറിയിൽ 3 പേഴ്സണാലിറ്റി സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 3 പേഴ്സണാലിറ്റി സ്ട്രക്ചറുകൾ. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 കൺസെപ്റ്റ് ആണ്. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ 3 സ്ട്രക്ചർ ഉണ്ടെന്ന് സിഗ്മണ്ട് ഫ്രൂയിഡ് പറയുന്നു. ഇത് ഇൻസ്റ്റിങ് ബേസും, ഈഗോ റിയാലിറ്റി ബേസിസിലും, സൂപ്പർ ഈഗോ മൊറാലിറ്റി ബേസിസിലും പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഓപ്പറേറ്റ് ഓൺ ദി പ്ലഷർ പ്രിൻസിപ്പിൾ? പ്ലഷർ പ്രിൻസിപ്പിളിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ഭാഗം ഏതാണ്? ഇതാണ്. ഏതാണ്? ഇതാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടണം. ആ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റി പാർട്ടാണ് ഇത്. റിയാലിറ്റി പാർട്ടാണ് ഈഗോ. മൊറാലിറ്റി പാർട്ടാണ് സൂപ്പർ ഈഗോ. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ഇൻവോൾവ് ഇഡീപ്പസ് കോംപ്ലക്സ്? ഇഡീപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്റ്റേജ് ഏത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്? ഫാലിക് സ്റ്റേജിലാണ്. 3 മുതൽ 6 വയസ്സ് വരെയാണ് ഈ ഫാലിക് സ്റ്റേജ്. ഇഡീപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഉണ്ട്. ഇഡീപ്പസ് കോംപ്ലക്സ് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അച്ഛനമ്മമാരോട് തോന്നുന്ന ഒരു കോംപ്ലക്സ് ആണ് ഇഡീപ്പസും ഇലക്ട്രാ കോംപ്ലക്സും. ഇഡീപ്പസ് കോംപ്ലക്സ് ആൺകുട്ടികൾക്ക് അമ്മയോടും, ഇലക്ട്രാ കോംപ്ലക്സ് പെൺകുട്ടികൾക്ക് അച്ഛനോടും തോന്നുന്ന ഒരു പൊസസീവ്നെസ് ആണ്. ഇത് ഫാലിക് സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. 3 to 6 years ആണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. 5, വാട്ട് ഈസ് ഫ്രൂയിഡ് ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് മൈൻഡ്? മൈൻഡിനെ ടോപ്പോഗ്രഫിക്കൽ മോഡലായിട്ട് ഫ്രൂയിഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എത്രയായിട്ടാണ്? ഏതൊക്കെ? 3 ആയിട്ടാണ് മനസ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. ബോധമണ്ഡലം, ഉപബോധമണ്ഡലം, അബോധമണ്ഡലം. ഇങ്ങനെ 3 ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത 5 സെറ്റിനകത്ത് ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആൻസൈറ്റീസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെക്കാനിസംസ് ആണെന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫൻസ് മെക്കാനിസം വെയർ അൺഅക്സെപ്റ്റബിൾ ഫീലിംഗ്സ് ആർ അട്രിബ്യൂട്ടഡ് ടു അതേഴ്സ്? അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഫീലിംഗ്സ് മറ്റുള്ളതിലേക്ക് തിരിച്ചു വിടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡാഷ്. എന്താണ് അതിനെ വിളിക്കുന്നത്? പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. 7, റിവേർട്ടിംഗ് ടു ചൈൽഡ് ലൈക്ക് ബിഹേവിയർ അണ്ടർ സ്ട്രെസ് ഈസ് കോൾഡ് ഡാഷ്. നമ്മള് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്നു. കുട്ടിക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്ന ആ ഒരു കാര്യം എന്തിന്റെ പേരിൽ? സ്ട്രെസ് വരുമ്പോൾ കുട്ടിക്കാലത്തെ പ്രവൃത്തികളിലേക്ക് തിരിച്ചു പോകുന്നതിനെ വിളിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് റിഗ്രഷൻ. ഓക്കെ, റിഗ്രഷൻ. 8, വിച്ച് മെക്കാനിസം ഇൻവോൾവ് റീഡയറക്റ്റിംഗ് ഇമ്പൾസസ് ഇൻടു സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ? നമുക്ക് ഒരു തോന്നൽ ഉണ്ടായി, ഇമ്പൾസ് തോന്നിയെങ്കിൽ ആ ഇമ്പൾസ് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ ആയിട്ട് ആ ഇമ്പൾസിനെ മാറ്റി വിടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡാഷ്. സബ്ലിമേഷൻ. കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഇടിക്കാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടിക്കുന്നത് തെറ്റായതുകൊണ്ട് നമ്മൾ ബോക്സിങ്ങിന് പോയി ചേരുന്നു. ദാറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ഓക്കെ ആണല്ലോ. 9, ഫോർഗെറ്റിംഗ് പെയിൻഫുൾ എക്സ്പീരിയൻസ് അൺകോൺഷ്യസ്ലി ഈസ് കോൾഡ്. നമുക്ക് ഉള്ള ഒരു വേദന ഉണ്ടാകുന്ന എക്സ്പീരിയൻസസിനെ അബോധതലത്തില് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ഫോർഗെറ്റ് ചെയ്യുന്നു, മറക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് അൺകോൺഷ്യസ്ലി എക്സ്പീരിയൻസസിനെ മറക്കാൻ ശ്രമിക്കുന്നതാണ് റിപ്രഷൻ. ഇനി കവറിംഗ് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ വിത്ത് റീസണിംഗ് ഈസ് കോൾഡ്. നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയറിനെ റീസണിങ്ങിലൂടെ കവർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റാഷണലൈസേഷൻ. സോ ഡിഫൻസ് മെക്കാനിസത്തിന്റെ 5 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. അടുത്തത്, നിയോ ഫ്രൂയിഡിയൻസ് ആരാണ്?
നിയോ ഫ്രൂയിഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഫ്രൂയിഡിനെ പിന്താങ്ങുന്ന മറ്റാൾക്കാരാണ് നിയോ ഫ്രൂയിഡിയൻസ് എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഹു പ്രപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് കളക്റ്റീവ് അൺകോൺഷ്യസ്? കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് കോൾ യൂങ് ആണ്. ആരാണ്? കോൾ യൂങ് ആണ്. 12. ഹൂസ് തിയറി എംഫസൈസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ എംഫസൈസ് ചെയ്യുന്ന തിയറി ആരുടെയാണ്? ആൽഫ്രഡ് ആഡ്ലറിന്റെ ആണ്. 13. കാറൽ ഹോണി ഈസ് നോൺ ഫോർ ക്രിട്ടിസൈസിങ് വിച്ച് കൺസെപ്റ്റ് ഓഫ് ഫ്രൂയിഡ്? ഇദ്ദേഹം കാറൽ ഹോണി ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് ഫ്രൂയിഡിന്റെ ഏത് കൺസെപ്റ്റിനെയാണ്? കൺസെപ്റ്റ് പെനിസ് എൻവി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇതിനെ അദ്ദേഹം റീപ്ലേസ്ഡ് വിത്ത് വോം എൻവി എന്ന് ആക്കി. 14. എറിക് എറിക്സൺ ഈസ് ഫേമസ് ഫോർ വിച്ച് തിയറി? ആൻസർ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. 8 സ്റ്റേജസ് ഉണ്ട്. 15. ഹു ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ബേസിക് ആൻസൈറ്റി? ബേസിക് ആൻസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് കാറൽ ഹോണിയാണ്. അങ്ങനെ 15 ചോദ്യം കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് സെറ്റ് ആണ് 20ാമത്തെ ചോദ്യം. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? 1. ഫ്രീ അസോസിയേഷൻ. വാട്ട് ഈസ് ഫ്രീ അസോസിയേഷൻ ഇൻ സൈക്കോ അനാലിസിസ്? A person is encouraged to speak freely whatever come to mind without censorship. Hidden thought from the unconscious emerge, help in understanding conflict. എന്താണ് ഫ്രീ അസോസിയേഷൻ? പേഷ്യന്റിനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അനുവദിക്കുന്നു വിത്തൗട്ട് സെൻസർഷിപ്പ്. അങ്ങനെ ആവുമ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഹിഡൻ തോട്ടിനെ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമുക്ക് അതായത് പുറത്തേക്ക് പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അതിലേക്ക് പുറത്തു വരികയും ആ കോൺഫ്ലിക്റ്റിനെ നമുക്ക് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. 2. ഡ്രീം അനാലിസിസ് എന്ന് പറയും. ഡ്രീം അനാലിസിസിനെ സിഗ്മണ്ട് ഫ്രൂയിഡ് വിളിച്ചത് റോയൽ റോഡ് ടു ദ അൺകോൺഷ്യസ് എന്നാണ്. എന്താണ്? റോയൽ റോഡ് ടു ദ അൺകോൺഷ്യസ് എന്നാണ് അദ്ദേഹം ഡ്രീംസിനെ വിളിച്ചത്. ഡ്രീം അനാലിസിസിലൂടെ അദ്ദേഹം വിശ്വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളെയും, നമ്മുടെ റിപ്രസ്ഡ് ഡിസയേഴ്സിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഡ്രീം അനാലിസിസ് സഹായിക്കുന്നു. 3. ട്രാൻസ്ഫറൻസ് ആണ്. What is transference? The patient unconsciously project feelings about important people in their life onto the therapist. തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ചെന്നിരിക്കുമ്പം ആ പേഷ്യന്റിന് തോന്നുകയാണ് എന്റെ ലവർ ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു അമ്മയായിട്ടോ ചേച്ചിയായിട്ടോ എനിക്ക് ഒരു ഫീല് തോന്നുകയാണ്, എനിക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടന്റ് പീപ്പിൾ, ഒരു പേഴ്സൺ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന്. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ ട്രാൻസ്ഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈ ട്രാൻസ്ഫറൻസ് ഫീലിംഗ് ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കാനായിട്ട് തെറാപ്പിസ്റ്റിന് ഹെൽപ്ഫുൾ ആണ്. ഇതിന് തിരിച്ച് തെറാപ്പിസ്റ്റിന് പേഷ്യന്റിനോട് തോന്നുന്ന മറ്റൊരു റിലേഷൻഷിപ്പാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. 4. ഇന്റർപ്രിട്ടേഷൻ ആണ്. സൈക്കോ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ therapist explain hidden meanings of free association, dream, slip of tongue, behaviors, help patient gain insight into unconscious motive. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിന്റെ, അതായത് പേഷ്യന്റിന്റെ ഉള്ളിലുള്ള ആ ഫ്രീ അസോസിയേഷനിലൂടെയും ഡ്രീംസിലൂടെയും അല്ലെങ്കിൽ നാക്കിൽ നിന്നും തെറ്റി വീഴുന്ന വാക്കുകളിലൂടെയും ബിഹേവിയറിലൂടെയും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ. അതായത് മീനിങ് മനസ്സിലാക്കി പേഷ്യന്റിന് ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു ഇന്റർപ്രിട്ടേഷൻ. ഏറ്റവും അവസാനം റെസിസ്റ്റൻസ് അനാലിസിസ് ആണ്. പേഷ്യന്റ് അൺകോൺഷ്യസ്ലി ബ്ലോക്ക് പെയിൻഫുൾ തോട്ട്. എപ്പോഴും പേഷ്യൻസ് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെയിൻഫുൾ തോട്ടിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് തെറാപ്പിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുകയും ആ ഇന്റർപ്രറ്റ് ചെയ്യും, റെസിസ്റ്റൻസിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ആ ഒരു അൺകോൺഷ്യസ് മെറ്റീരിയലിനെ അൺകവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സോ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 20 ചോദ്യങ്ങളിലൂടെ സൈക്കോ അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ മാക്സിമം പോയിന്റ്സ് കവർ ചെയ്ത് പോകാൻ ശ്രമിക്കാം. എല്ലാം ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.